കേരള സിവിൽ സർവീസിലെ ചർച്ചാ വിഷയമായ IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് വീണ്ടും അച്ചടക്ക നടപടി നേരിടുകയാണ്. നിലവിൽ സസ്പെൻഷനിലുള്ള അദ്ദേഹം സർക്കാരിന്റെ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് പുതിയ നടപടികൾക്ക് കാരണമായത്. ഇതോടെ N പ്രശാന്തിനെതിരെ സർക്കാർ സ്വീകരിക്കുന്ന 8ാമത്തെ അച്ചടക്ക നടപടിയായി ഇത് മാറി. നിലവിൽ സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർവീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെങ്കിലും പ്രശാന്ത് അത് ലംഘിച്ചു എന്നതാണ് പുതിയ നടപടികൾക്ക് കാരണമായത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നതാണ് പ്രശാന്തിനെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ പരാതി. സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമായാണ് സർക്കാർ കണക്കാക്കുന്നത്. പ്രശാന്തിന്റെ പ്രതികരണങ്ങൾ ഗൗരവകരമായി കണ്ട ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് 8ാം തവണയാണ് പ്രശാന്തിനെതിരെ സർക്കാർ അച്ചടക്ക നടപടി ആരംഭിക്കുന്നത്. പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടണോ അതോ പിൻവലിക്കണോ എന്ന് തീരുമാനിക്കാനായി റിവ്യൂ കമ്മിറ്റി യോഗം ചേരാനിരിക്കുകയാണ്. ഈ നിർണായക ഘട്ടത്തിൽ തന്നെ വീണ്ടും അച്ചടക്ക ലംഘനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് തിരിച്ചടിയായേക്കാം. സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെയും സർക്കാരിനെതിരെയും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രശാന്ത് നടത്തുന്ന പ്രതികരണങ്ങൾ സിവിൽ സർവീസിലെ അച്ചടക്കത്തെ ബാധിക്കുന്നുവെന്ന് ഭരണ നേതൃത്വം വിലയിരുത്തുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥനായ M ജയതിലകിനെതിരെ നേരത്തെ നടത്തിയ വിമർശനങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെയും സർക്കാർ കാണുന്നത്. IAS ഉദ്യോഗസ്ഥർക്കിടയിലെ അസാധാരണമായ പരസ്യപ്പോരും ചട്ടലംഘനവുമാണ് N പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടിയിലേക്ക് നയിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രശാന്ത് നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് സസ്പെൻഷന്റെ പ്രാഥമിക കാരണം. മാധ്യമങ്ങളിൽ തനിക്കെതിരെ വരുന്ന വാർത്തകൾക്ക് പിന്നിൽ ജയതിലകാണെന്ന് ആരോപിച്ച പ്രശാന്ത് അദ്ദേഹത്തെ മാനസിക രോഗിയെന്നും വിനാശകാരിയെന്നും ഫേസ്ബുക്കിലൂടെ വിശേഷിപ്പിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ പോര് സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉന്നതി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകൾ പ്രശാന്ത് CEO ആയിരുന്ന കാലത്ത് കാണാതായെന്ന് ഡോക്ടർ A ജയതിലക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടാണ് പ്രശാന്തിനെ പ്രകോപിപ്പിച്ചത്. താൻ കൃത്യമായി ജോലി ചെയ്തെന്നും തന്നെ കരുതിക്കൂട്ടി അപമാനിക്കാനാണ് ജയതിലക് ശ്രമിക്കുന്നതെന്നും പ്രശാന്ത് ആരോപിച്ചു. IAS ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കോൺട്രാക്ട് റൂൾസ് പ്രകാരം സർക്കാരിനെയോ സഹപ്രവർത്തകരെയോ പരസ്യമായി വിമർശിക്കാൻ അനുവാദമില്ല. എന്നാൽ പ്രശാന്ത് തുടർച്ചയായി ഫേസ്ബുക്കിലൂടെ കുറിപ്പുകൾ ഇട്ടതും മാധ്യമങ്ങളോട് സംസാരിച്ചതും ഗുരുതരമായ ചട്ടലംഘനമായി സർക്കാർ കണക്കാക്കി. ഭരണതന്ത്രത്തിന്റെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതും 2024 നവംബർ 11 സസ്പെൻഷൻ ഉത്തരവിട്ടതും. പ്രശാന്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് വന്ന അതേ ദിവസം തന്നെയാണ് മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് K ഗോപാലകൃഷ്ണൻ IASനും സസ്പെൻഷൻ ചെയ്തത്. കേരള സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം 2 IAS ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായ ആദ്യ സംഭവമായി ഇത് മാറി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ 2 IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഒരേ സമയം നടപടിയെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതായിരുന്നു പ്രശാന്തിനെതിരെയുള്ള കുറ്റം. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥനെ പരസ്യമായി അധിക്ഷേപിച്ചതിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. നിലവിൽ ഇദ്ദേഹത്തിനെതിരെ 8ാം തവണയും അച്ചടക്ക നടപടി ആരംഭിച്ചിരിക്കുകയാണ്. K ഗോപാലകൃഷ്ണൻ IASന്റെ കാരണം നോക്കിയാൽ ഉദ്യോഗസ്ഥർക്കിടയിൽ മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാദം. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ഹാക്കിംഗ് തെളിയിക്കപ്പെട്ടില്ല. ഇത് സർവീസിൽ വർഗീയ വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമായി സർക്കാർ വിലയിരുത്തി. ഒരേ ദിവസം തന്നെ 2 ഉന്നത ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്കിടയിലെ ഗ്രൂപ്പിസവും അച്ചടക്കമില്ലായ്മയും ചർച്ചയായതോടെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. സസ്പെൻഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിൽ പ്രശാന്തിന്റെ പുതിയ നടപടികൾ വലിയ വെല്ലുവിളിയാകും. മുൻപും പലതവണ പ്രശാന്ത് അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുണ്ട്. കളക്ടർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന പ്രശാന്ത് പലപ്പോഴും തന്റെ നിലപാടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് സർക്കാരിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ഓൾ ഇന്ത്യ സർവീസ് കോൺട്രാക്ട് റൂൾസ് ലംഘിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രയാസകരമാക്കിയേക്കാം. N പ്രശാന്ത് IASനെതിരെയുള്ള നടപടികൾ ഓരോ ഘട്ടത്തിലും നീണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥർക്കിടയിലെ അച്ചടക്കം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ വിശദീകരിക്കുന്നത്. പുതിയ നോട്ടീസിലുള്ള പ്രശാന്തിന്റെ മറുപടിയും വരാനിരിക്കുന്ന റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനവും കേരള രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ ശ്രദ്ധയാകർഷിക്കുമെന്ന് തീർച്ചയാണ്.